വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു രസകരമായ ഡ്രാമയുടെ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സി കിംഗെയും നിങ് ബു ഹോയുമാണ് ഇതിലെ മെയിൻ ലീഡ്സ് വരുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റാണ് സി കിംഗെ. എന്നാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇരുവരും ബന്ധം പിരിയുന്ന സമയത്ത് നമ്മുടെ നിങ് ബു ഹോയ് പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രസവശേഷം അവൾക്ക് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് സിംഗിൾ മദറായി ജീവിക്കുകയാണ്. 7 വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറി വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെ രസകരമായ മറ്റൊരു ഡ്രാമാസിൻ്റെയും വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ? സെലീനയെ ദുരൂഹ സാഹചര്യത്തിൽ കാണുന്നിടത്താണ് ഡ്രാമ ആരംഭിക്കുന്നത്. 7 വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് 2 മക്കളുണ്ട്, ബെല്ലയും സ്റ്റെർലിങ്ങും. ഒഫീലിയ മൂ എന്നാണ് അവൾ അറിയപ്പെടുന്നത്. മാസ്റ്റർ മൂൻ്റെ പേരക്കുട്ടി. അങ്കിൾ സാൻ കുട്ടികളെ കളിക്കാൻ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിടുന്നു. അതേസമയം ഒഫീലിയ മൂ മിസ്റ്റർ സിയുടെ അസിസ്റ്റൻ്റ് വന്ന് വിളിച്ചപ്പോൾ അയാളോടൊപ്പം മിസ്റ്റർ സിയുടെ വീട്ടിലേക്ക് പോകുന്നു. മിസ്റ്റർ സി അവളെ കണ്ടതും സെലീന എന്നും പറഞ്ഞ് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നത് അവൾ തടയുന്നു. ഇതിഷ്ടപ്പെടാതെ അവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ ഗാർഡ്സ് അവളെ പിടിച്ചു വെക്കുന്നു. കുട്ടികളുടെ കയ്യിലുള്ള വാച്ച് വഴി അവർ അമ്മയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് പോകുന്നു. കുട്ടികളെ കണ്ട മിസ്റ്റർ സിക്ക് ഇത് തൻ്റെ മക്കളാണോ എന്ന സംശയം തോന്നുന്നു. കുട്ടികൾ അതാണ് അവരുടെ അച്ഛനെന്ന് കരുതി ഡാഡി എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഇതല്ല അച്ഛനെന്ന് ഒഫീലിയ പറയുന്നു. പെട്ടെന്ന് തന്നെ മിസ്റ്റർ സിയും കുട്ടികളും കൂട്ടായി. അവർ അയാളെ അങ്കിൾ സി എന്ന് വിളിക്കാൻ തുടങ്ങി. ഒഫീലിയയും കുട്ടികളും പോയപ്പോൾ സെലീന എങ്ങനെ ഒഫീലിയ എന്ന് ആൾക്ക് സംശയമായി. അസിസ്റ്റൻറ്റിനോട് അവരുടെ മേലൊരു കണ്ണ് വേണമെന്നും പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഒഫീലിയയുടെ വീട്ടിലേക്ക് മിസ്റ്റർ സി വരുന്നു. തൻ്റെ കുട്ടികളാണെന്ന് കരുതി വാതിൽ തുറന്ന് അവൾ അയാളെ കണ്ടപ്പോൾ ഞെട്ടി. കുട്ടികളോട് വാച്ച് വഴി സംസാരിച്ചപ്പോൾ വീട്ടിലെത്താറായെന്നവർ പറഞ്ഞിരുന്നു. വീണ്ടും പാസ്വേഡ് മറന്നോ എന്നും ചോദിച്ചാണ് അവൾ വാതിൽ തുറന്നത്. അനുവാദം കൂടാതെ മിസ്റ്റർ സി അകത്ത് കടന്നു. പുതിയ അയൽക്കാരനാണെന്നും സ്വയം പരിചയപ്പെടുത്തി. നീ സെലീന അല്ലേ, അതിൻ്റെ കുട്ടികളല്ലേ എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. സെലീനയ്ക്ക് ഷോൾഡറിൽ ടാറ്റു ഉണ്ടായിരുന്നു. ഒഫീലിയയ്ക്ക് അതുണ്ടോ എന്നവൻ നോക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ടാറ്റു ഇല്ലായിരുന്നു. ഈ പ്രവൃത്തി ഒഫീലിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതേ സമയം കുട്ടികൾ വരുന്നു. സ്നേഹത്തോടെ അയാൾ അവരെ തലോടി അവരിൽ നിന്നും മുടി പിഴുതെടുക്കുന്നു. കുട്ടികൾ ചോദിക്കുന്നുണ്ട് അങ്കിൾ സിംഗിളാണോ, എത്ര വയസ്സായെന്നൊക്കെ. കുട്ടികൾ അടിപൊളി തന്നെ, മെച്യൂർഡ് ആൻഡ് ക്യൂട്ട്. അവരുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ഈ ഡ്രാമ കണ്ടു തുടങ്ങിയത് തന്നെ. സ്റ്റെർലിംഗ് പറയുന്നുണ്ട് അമ്മയ്ക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി, വീട്, കാറില്ല, സിംഗിളാണ്, ഡ്രാമാസ് കാണുന്നത് മാത്രമാണ് ഏക പോരായ്മയെന്ന്. സൈകെട്ട് ഒഫീലിയ താൻ ഒഫീലിയാണെന്ന് തെളിയിക്കുന്ന ID കാണിക്കുന്നു. വീട്ടിന് പുറത്തെത്തി കുട്ടികളുടെ മുടി തൻ്റെ അസിസ്റ്റൻറ്റിന് DNA ടെസ്റ്റ് ചെയ്യാൻ അയാൾ നൽകുന്നു. മാൻഷനിൽ ഒഫീലിയയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് മാസ്റ്റർ മൂ. ലിയോൺ സിയും അവിടെയുണ്ട്. ഒഫീലിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ വിദേശത്തായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി ഓർമ്മശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ മാസ്റ്റർ മൂ മിസ്റ്റർ സിയോട് പറയുന്നു. മാസ്റ്റർ മൂ തൻ്റെ ബിസിനസ് എല്ലാം ഒഫീലിയയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. MK കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന നിബന്ധനയിൽ. മാൻഷനും അവൾക്കാണ് നൽകുന്നത്. എന്നാൽ ഇതിഷ്ടപ്പെടാതെ മാഡം മൂവും അവരുടെ മകൾ ആൽത്തിയെയും അവളെ പരിഹസിക്കുമ്പോൾ മകളെ ഒഫീലിയ അടിക്കുന്നു. അവൾ തിരിച്ച് ഒഫീലിയയുടെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോഴേക്കും മിസ്റ്റർ സി വന്നവിടെ നിൽക്കുന്നതോടെ വെള്ളം അവൻ്റെ ദേഹത്താകുന്നു. സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.